Hello everyone, എൻ്റെ പേര് അശ്വിത. ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. ഞാൻ വന്നിരിക്കുന്നത് ID കുട്ടികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് നമുക്ക് ID കുട്ടികളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്? ID കുട്ടികൾ തന്നെ 4 തരത്തിലാണുള്ളത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. അതായത് മൈൽഡ് കുട്ടികളുടെ IQ ലെവൽ എന്ന് പറയുന്നത് 75% ബിലോ ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ ഡേ ടു ഡേ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും ഈ കുട്ടികളിൽ തന്നെ ID കാറ്റഗറി നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് കുട്ടികളുടെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ 10 വയസ്സായ കുട്ടിക്ക് പോലും ആൽഫബറ്റ് ലെറ്റേഴ്സ് ഓർഡറിൽ എഴുതാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ അക്ഷരങ്ങൾ ലെറ്റേഴ്സ് മാറിപ്പോവുക, 6, 9 ആയിട്ട് എഴുതുക, അതുപോലെ തന്നെ MW ആയിട്ട് എഴുതുക, ഇതൊക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്. അപ്പം അതായത് മിറർ ഇമേജ് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ID കാറ്റഗറിയുടെ ചെറിയൊരു സിംറ്റംസ് ആണ്. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ IQ ലെവൽ കണ്ടെത്തി നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ഈ കുട്ടികൾ എങ്ങനെയാണ് ജനിക്കുന്നത് നോക്കാം. അതായത് ക്യാരിയിങ്ങിന്റെ സമയത്ത് ആൽക്കഹോളിന്റെ ഉപയോഗം കൂടുതലായിട്ടുള്ള സ്ത്രീകളാണ് എങ്കിൽ ഇങ്ങനത്തെ ID കുട്ടികൾ ജനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ 35 വയസ്സിന് ശേഷം ക്യാരിയിങ് ആവുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കുട്ടികൾ ജനിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തിയ ശേഷമാണ് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. മസ്റ്റ് ആയിട്ട് കുട്ടികളുടെ IQ ലെവലാണ് നമ്മൾ നോക്കുന്നത്. 75% ബിലോ ആണെങ്കിൽ മാത്രമേ ആ കുട്ടീനെ ID എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ID കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഓട്ടിസം കുട്ടികൾ, അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം കുട്ടികൾ, ഹിയറിംഗ് ഇമ്പയർമെന്റ്, ബ്ലൈൻഡ്, ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ID കുട്ടികളിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നത് IEP ആണ്. അതാകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും അവർക്ക് അതനുസരിച്ചുള്ള ഇംപ്രൂവ്മെന്റും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.